നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത് ഡാക്സ് എന്ന് പറയുന്ന ഒരു ടേം ആണ്. അപ്പൊ ഇത്രയും നേരം നമ്മൾ എന്താ ചെയ്തത്? നമ്മൾ ആദ്യം ഡിഫറെന്റ് സോഴ്സിൽ നിന്ന് ടേബിൾസിനെ അല്ലെങ്കിൽ ഡാറ്റാസിനെ കളക്ട് ചെയ്തു. അതിനുശേഷം അതിനെ ട്രാൻസ്ഫോം ചെയ്തു. അത് കഴിഞ്ഞ് നമ്മൾ ആ ടേബിൾസ് തമ്മിൽ ഒരു റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്തു. നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നതാണ് ഡാക്സ്. ഡാക്സ് എന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്? ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഡാക്സിന്റെ ഫുൾ ഫോം എന്ന് പറയുന്നത് ഡേറ്റ അനാലിസിസ് എക്സ്പ്രഷൻ is the formula language that drives the Power BI front end. അപ്പം ഡാക്സ് എന്ന് പറയുന്നത് എന്താ? ഒരു ഫോർമുല ലാംഗ്വേജ് ആണ്. ഇത് എവിടെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? പവർ ബി ഐയുടെ ഫ്രണ്ട് എൻഡ്. ഓക്കെ, പവർ ബി ഐയുടെ ഫ്രണ്ട് എൻഡിലാണ് നമ്മളിത് യൂസ് ചെയ്യുന്നത്. ഇനി അപ്പൊ ഡാക്സ് എന്ന് പറയുന്നത് നമുക്കിപ്പം കാൽക്കുലേഷൻസ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പൊ എന്താ, ഒരു കോളത്തിന്റെ സം കാണാം, അല്ലെങ്കിൽ ആവറേജ് കാണാം, അല്ലെങ്കിൽ രണ്ട് ടേബിൾസിലെ വാല്യൂസിനെ മൾട്ടിപ്പിൾ ചെയ്യാം. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ ഡാക്സ് യൂസ് ചെയ്തിട്ട് ചെയ്യുന്നത്. നെക്സ്റ്റ് ഡാക്സ് എന്താ? നമ്മൾ രണ്ട് വേസിൽ നമുക്ക് ഡാക്സ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഫസ്റ്റ് വൺ കാൽക്കുലേറ്റഡ് കോളംസ്, സെക്കൻഡ് വൺ മെഷേഴ്സ്, കാൽക്കുലേറ്റഡ് മെഷേഴ്സ്. ഇത് രണ്ടുമാണ് മെയിൻ ആയിട്ടും ഡാക്സ് നമ്മൾ യൂസ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന രണ്ട് വേസ് എന്ന് പറയുന്നത്. അപ്പൊ കാൽക്കുലേറ്റഡ് കോളംസ് എന്ന് പറയുന്നത് എന്താ? ഫോർ ഫിൽറ്ററിംഗ് ആണ്. മെഷേഴ്സ് എന്ന് പറയുന്നത് ഫോർ അഗ്രിഗേഷൻ. ഇത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കുന്നുണ്ട്. ഓക്കെ, ഇവിടെ നോക്കാം. കാൽക്കുലേറ്റഡ് കോളംസ് റെഫർ to entire tables or columns and generate values for each row which are visible within the tables in the data view. Calculated columns understand row context. അതായത് ഇപ്പം നമ്മൾക്ക് മൾട്ടിപ്പിൾ വാല്യൂസ് ആണ് കാണേണ്ടത്. ഇപ്പൊ നമ്മള് ബാക്ക് എൻഡിൽ ചെയ്തു, ഈഫ് വെച്ചിട്ട് ചെയ്തില്ലേ? ഈഫ് ഇന്ന സംഭവം ഗ്രേറ്റർ ദാൻ ഇതാണെങ്കിൽ എനിക്ക് ഒരു ഔട്ട്പുട്ട് കിട്ടണം, അല്ലെങ്കിൽ ലെസ് ദാൻ 1 ആണെങ്കിൽ ഇന്ന ഔട്ട്പുട്ട്. അങ്ങനെ മൾട്ടിപ്പിൾ ഔട്ട്പുട്ട് വരുന്ന സംഭവങ്ങൾക്കാണ് നമ്മൾ ഈ കാൽക്കുലേറ്റഡ് കോളംസ് യൂസ് ചെയ്യുന്നത്. അങ്ങനെ വരുമ്പം നമ്മളുടെ ഉള്ള ടേബിളില് പുതിയൊരു കോളം ആഡ് ആയി വരും. അതിലായിരിക്കും നമുക്ക് ആ ഔട്ട്പുട്ട് കാണാൻ പറ്റുന്നത്. ഓക്കെ, അത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കും. ഇപ്പൊ ജസ്റ്റ് അറിഞ്ഞിരിക്കുക, കാൽക്കുലേറ്റഡ് കോളം എന്ന് പറയുമ്പം നമുക്ക് മൾട്ടിപ്പിൾ ഔട്ട്പുട്ട് കിട്ടുന്ന ഇതിനായിരിക്കും നമ്മൾ കാൽക്കുലേറ്റഡ് കോളംസ് യൂസ് ചെയ്യുന്നത്. അത് പുതിയൊരു കോളം ജനറേറ്റ് ആയിട്ട് അതിലായിരിക്കും നമുക്ക് ഔട്ട്പുട്ട് കാണാൻ പറ്റുന്നത്. കണ്ടോ? ഇപ്പം പാരന്റ് യെസ് ഓർ നോ എന്നുള്ളതാണ് ഈ ഒരു കോളത്തില് വരുന്നത്. അപ്പൊ ഇങ്ങനെ മൾട്ടിപ്പിൾ ഔട്ട്പുട്ടിന് വേണ്ടിയിട്ട് കണ്ടോ, ഇവിടെ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. പാരന്റ് വിച്ച് ഈക്വൽസ് യെസ് ഇഫ് ടോട്ടൽ ചിൽഡ്രൻ ഫീൽഡ് ഗ്രേറ്റർ ദാൻ 0 ആൻഡ് നോ അതർവൈസ്. നമ്മൾ ചെയ്യുന്നുണ്ട് ഇത്. അപ്പം കാൽക്കുലേറ്റഡ് കോളം എന്ന് പറയുന്നത് ഒരു റോ കോണ്ടെക്സ്റ്റ് ആയിരിക്കും. ഓക്കെ, പിന്നെ ഇതില് അഗ്രിഗേഷൻ ഫങ്ഷൻസ് ഒന്നും, അഗ്രിഗേറ്റിംഗ് ടൂൾസ് ഒന്നും ഇതിൽ യൂസ് ചെയ്യാൻ പറ്റില്ല. ഇപ്പം ഒരു എക്സാമ്പിൾ പറയാം. ഓക്കെ, അതിന് മുമ്പ് ഡാക്സ് മെഷേഴ്സ് പറയാം. ഡാക്സ് മെഷേഴ്സ് എന്ന് പറയുന്നത് എന്താ? മെഷേഴ്സ് റെഫറൻസ് entire tables or columns. Unlike calculated columns, measures are not visible within tables. They can only be seen within the visualization like a chart or matrix. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞു കാൽക്കുലേറ്റഡ് കോളം എന്ന് പറയുന്നത് അതിന്റെ ഔട്ട്പുട്ട് കിട്ടുന്നത് എന്താ? പുതിയൊരു കോളം ജനറേറ്റ് ആയിട്ടായിരിക്കും അതിന്റെ ഔട്ട്പുട്ട് കിട്ടുന്നത്. പക്ഷെ ഡാക്സ് മെഷേഴ്സിൽ എന്തായിരിക്കും? നമുക്ക് ആ ഔട്ട്പുട്ട് കാണണമെങ്കിൽ നമ്മള് റിപ്പോർട്ട് വ്യൂവിൽ ചെന്നിട്ട് ഒരു വിഷ്വലൈസേഷൻ ടൂൾ ലൈക്ക് ചാർട്ടോ മെട്രിക്സ് എന്തെങ്കിലും എടുത്തിട്ട് അതിലേക്ക് ആ ഒരു വാല്യൂ ഡ്രാഗ് ചെയ്തിട്ടാൽ മാത്രമേ നമുക്ക് ആ ഒരു ഔട്ട്പുട്ട് കാണാൻ പറ്റുള്ളൂ. പിന്നെ ഇതെന്ന് പറയുന്നത് എന്താ? ഫിൽട്ടർ കോണ്ടെക്സ്റ്റ് ആണ്. ഓക്കെ, ഇതിൽ മെയിൻ ആയിട്ടും അഗ്രിഗേറ്റ് വാല്യൂസ് എന്ന് പറയുന്നത് എന്താ? സം, ആവറേജ്, അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഡാക്സ് മെഷേഴ്സിൽ യൂസ് ചെയ്യുക. കാരണം എന്താ? ഒരു കോളത്തിന്റെ സം കാണാൻ പറഞ്ഞ എന്താ? അതൊരൊറ്റ വാല്യൂ ആയിരിക്കില്ലേ? ഇവിടെ നോക്കി കണ്ടോ, ഇങ്ങനെ വരുന്നത് എന്താ? ഒരൊറ്റ വാല്യൂ ആയിരിക്കും. ഇത് നമ്മൾക്ക് സെപ്പറേറ്റ് കോളത്തില് ജനറേറ്റ് ചെയ്ത് കാണേണ്ട ആവശ്യമുണ്ടോ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് വരുന്നത്? അപ്പൊ അങ്ങനെയുള്ള കേസിലാണ് നമ്മൾ കാൽക്കുലേറ്റഡ് മെഷേഴ്സ് യൂസ് ചെയ്യുന്നത്. കണ്ടോ, ഇവിടെ ഡിഫറൻസ് കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ ജസ്റ്റ് നോക്കാം. നമ്മൾ ഇത്ര നേരം പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അത് രണ്ടും കമ്പയർ ചെയ്ത് നോക്കാം എങ്ങനെ വരുന്നതെന്ന്.